കോഴിക്കോട് ജില്ലയിലേക്ക് പോകുമ്പോൾ മേഘ മാധവൻ റെഡിയാണ്. മേഘ, എങ്ങനെയാണ് നിലവിൽ കോഴിക്കോട് ജില്ലയുടെ മഴയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ജില്ലയിൽ കേരളത്തിലൊന്നാകെ എല്ലാ സംസ്ഥാനങ്ങളിലും യെല്ലോ അലേർട്ടാണ്. പക്ഷേ നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദിനാന്തരീക്ഷ കാലാവസ്ഥ എന്ന നിലയ്ക്ക് 3 മണിക്കൂർ നേരത്തേക്ക് പല ജില്ലയുടെയും പല ഭാഗങ്ങളിൽ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയുണ്ട്. എന്താണ് നിലവിൽ കോഴിക്കോട്ടെ അവസ്ഥ? വിനിഷ, കോഴിക്കോട് നിലവിൽ യെല്ലോ അലേർട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ മഴ തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. പല ഗ്രാമീണ മേഖലകളിലും മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെയും ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ച മഴ പെയ്യുന്നൊരു സാഹചര്യമാണ്, തുടരുന്നൊരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ 50 കുടുംബങ്ങളിൽ നിന്നായി 130 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമ്പിൽ കഴിയുന്നത് വിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലാണ്. കഴിഞ്ഞ തവണ വലിയ ദുരന്തം വിതച്ചൊരു പ്രദേശം കൂടിയാണ്, ഉരുൾപൊട്ടലുണ്ടായി നിരവധി നാശനഷ്ടം ഉണ്ടായ പ്രദേശം കൂടിയാണ് വിലങ്ങാട്. അതിൻ്റെ മുൻകരുതൽ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ ഈ വിലങ്ങാട് നിന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. മഴ തുടരുന്നത് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ജലനിരപ്പ് നദികളിൽ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ഈ കക്കയം ഡാമിൽ നിലവിലെ ജലനിരപ്പ് എന്നത് 756.7 ആണ്. രണ്ടാം ഘട്ട മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ടാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 757 എത്തിയാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും. അധിക ജലം തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തീരദേശത്ത് ഇതിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ പുന്നൂർ പുഴയ്ക്ക് സമീപമൊക്കെ തന്നെയും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ജലനിരപ്പ് ഉയരുന്നത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. ഇരവിഴിഞ്ഞി പുഴയിലും ചാലിയാറിലൊക്കെ തന്നെയും ജലനിരപ്പ് ഉയരുന്നു. കോരപ്പുഴയിൽ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. അങ്ങനെ വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെയും ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മഴ എന്നത് അതിശക്തമായ മഴയല്ല, പക്ഷേ മഴ നിർത്താതെ പെയ്യുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെയും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം എന്നത് ഈ നാഷണൽ ഹൈവേയുടെ ജോലി നടത്തുന്നതുകൊണ്ട് വലിയ തരത്തിൽ ഗതാഗത തടസ്സം പലയിടങ്ങളിലായി ഉണ്ട്. പക്ഷേ അതൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പെട്ടെന്ന് വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ പല റോഡുകളിലായി ഉണ്ടാക്കിക്കൊണ്ട് ഗതാഗത തടസ്സങ്ങൾ മാറ്റാനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ നടക്കുന്നത്. ഏതായാലും ഇടവിട്ട് മഴ പെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം കൃത്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. മഴ കനക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണ്ണ് എടുക്കൽ, അതിനൊപ്പം തന്നെ ഖനനം, ക്വാറിയുടെ പ്രവർത്തനം, കിണർ നിർമ്മാണത്തിനൊക്കെ തന്നെയും ഒരു സമയത്തേക്ക് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ജലാശയങ്ങൾ അതിലേക്കൊക്കെ തന്നെയുള്ള നിരോധനം ഇപ്പോഴും തുടരുന്നു. എല്ലാ മുൻകരുതൽ നടപടികളും നിലവിൽ ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. വലിയ മഴക്കെടുതികളൊന്നും തന്നെയും കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ പലയിടങ്ങളിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ സാഹചര്യമൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. കിണർ താഴ്ന്നു പോയിരുന്നിരുന്നു ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെയും. ഏതായാലും അത് ഒഴിച്ചാൽ വലിയ തരത്തിലുള്ള മഴക്കെടുതികളൊന്നും തന്നെയും കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആശങ്കയായി നിൽക്കുന്നത് ഈ നദികളിലെ ജലനിരപ്പ് ഉയരുന്നത് തന്നെയാണ്. അതിൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് മാറണമെങ്കിൽ സ്വമേധയാ തന്നെ ആളുകൾ അതിന് ആവശ്യം ഉന്നയിക്കണമെന്ന് കൂടിയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. വിനിഷ. മേഘ മാധവനാണ് കോഴിക്കോട് നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്.